ഹലോ വെൽക്കം ടു നോവ്സ് അക്കാഡമി. ഇന്ന് നമ്മൾ ഹാസ്, ഹാവ് ആൻഡ് ഹാഡ് ഇതൊക്കെ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഹാസിന്റെയും ഹാവിന്റെയും ബേസിക് ആയിട്ടുള്ള മീനിങ് ഉണ്ടെന്നാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഷീ ഹാസ് എ കാർ. അവൾക്കൊരു കാറുണ്ട്. ഷീ ഹാസ് എന്ന് പറഞ്ഞാൽ അവൾക്കുണ്ട് എന്ത്, എ കാർ, ഒരു കാറ്. ഹാസിനും ഹാവിനും ഒരേ മീനിങ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് സെപ്പറേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത്, അല്ലെ? അതായത് സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ ഹാസും പ്ലൂറൽ ആവുമ്പോൾ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. വലിയ കാര്യമൊന്നുമല്ല പറഞ്ഞേ. നേരത്തെ നമ്മൾ പറഞ്ഞോളെ അവൾക്കൊരു കാറുണ്ടെന്നല്ലേ. അവിടെ അവൾ എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂവെങ്കിൽ ഹാസ് ഉപയോഗിക്കണം. ഒന്നിലധികം പേരുണ്ടായിരുന്നെങ്കിൽ ഹാവ് ഉപയോഗിക്കണം. അത് ഓർത്താൽ മതി. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ദേ ഹാവ് എ ബ്യൂട്ടിഫുൾ ഹൗസ്. അവർക്കൊരു മനോഹരമായിട്ടുള്ള വീടുണ്ട്. ദേ ഹാവ് അവർക്കുണ്ട് എന്ത്, എ ബ്യൂട്ടിഫുൾ ഹൗസ്. ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഐയുടെ കൂടെ എപ്പോഴും ഹാവ് ആയിരിക്കും ഉണ്ടാവുക. അതിന് ഉദ്ദേശം ഞാൻ. ഐയുടെ കൂടെ എപ്പോഴും ഹാവ് ആണ് വരിക. ഇംഗ്ലീഷിൽ ഐനെ പ്ലൂറൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഈ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെക്കണം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഐ ഹാവ് എ കാർ. എനിക്കൊരു കാറുണ്ട്. ഇനി നെക്സ്റ്റ് വേർഡ് ഹാഡ് ആണല്ലേ. ഹാഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു എന്നൊരു മീനിങ് ആണ് വരാം. ഷീ ഹാഡ് എ ക്യാറ്റ്. അവൾക്കൊരു ക്യാറ്റ് ഉണ്ടായിരുന്നു, അതായത് ഇപ്പൊ ഇല്ല. ഷീ ഹാഡ് ഉണ്ടായിരുന്നു എ ക്യാറ്റ്, ഒരു പൂച്ച. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആയാലും സിംഗുലർ ആയാലും, അതായത് ഒന്നേ ഉള്ളെങ്കിലും ഒന്നിലധികം ഉണ്ടെങ്കിലും എന്താണ്, ഹാഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.